നമസ്കാരം. ഭാരതാംബ ചിത്രവിവാദം അടഞ്ഞിട്ടില്ല. ഗവർണർക്കെതിരെ രാഷ്ട്രീയ ആക്രമണം ശക്തമാക്കി CPI. നിലപാടിൽ ഉറച്ച മന്ത്രി P. പ്രസാദ്. ഗവർണർക്കെതിരെ CPIM മൃദുസമീപനം സ്വീകരിച്ചെന്ന ആരോപണം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. ആശയ സമരത്തിലെ ശീതയുദ്ധം മുറുകുമ്പോൾ മന്ത്രി P. പ്രസാദിന്റെ വീടിന് മുൻപിൽ BJP പ്രതിഷേധിച്ചു. ദേശീയ പതാക ഉയർത്തിയും വൃക്ഷത്തൈ നട്ടും CPIയുടെയും പ്രതിഷേധം. വിഷയത്തിൽ മുഖ്യമന്ത്രിയാകട്ടെ മൗനത്തിലും. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ടോപ്പ് 10 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തലക്കെട്ടിലേക്ക്. ഭാരതാംബയുടെ ചിത്രത്തെ ചൊല്ലി ഗവർണറും സർക്കാരും തമ്മിലുള്ള ശീതസമരം രാഷ്ട്രീയമായി ഏറ്റെടുത്ത് CPI. ദേശീയ പതാക ഉയർത്തിയും വൃക്ഷത്തൈ നട്ടും CPIയുടെ പ്രതിഷേധം. RSSന്റെ ഇംഗിതങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് മന്ത്രി K. രാജൻ. പ്രത്യക്ഷ ഏറ്റുമുട്ടലിന് തയ്യാറാകാതെ സർക്കാരും CPIയും. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി പുനഃപരിശോധിക്കണമെന്ന അഭ്യർത്ഥനയുമായി പാകിസ്ഥാൻ. കരാർ സംബന്ധിച്ച ഇന്ത്യയുടെ ആശങ്കകൾ പരിഹരിക്കാൻ തയ്യാറെന്ന് കത്തെഴുതി പാക് സർക്കാർ. നിലവിൽ ചർച്ചയ്ക്കില്ലെന്നും കരാർ മരവിപ്പിച്ച നടപടി തുടരുമെന്നും ഇന്ത്യ. ബലിപ്പെരുന്നാൾ ആഘോഷിച്ച ഇസ്ലാം മത വിശ്വാസികൾ. ആശംസകൾ കൈമാറിയും ബന്ധുവീടുകൾ സന്ദർശിച്ചും ത്യാഗസ്മരണയുടെ ദിനം. പ്രചാരണ തിരക്കിലും പെരുന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുത്ത നിലമ്പൂരിലെ സ്ഥാനാർത്ഥികൾ. നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിനും മകൾ ദിയ കൃഷ്ണയ്ക്കുമെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസ്. നടപടി ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പരാതിയിൽ. അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റിയത് നികുതി കാര്യങ്ങളാൽ ദിയയുടെ നിർദ്ദേശപ്രകാരം പരാതിക്കാർ പണം തട്ടിയതിന് തെളിവുണ്ടെന്ന് ദിയ കൃഷ്ണ. 2 പരാതികളിലും കേസെടുത്തു പോലീസ്. പ്രവർത്തനം നിലച്ച് വിപണി സാധ്യതകളില്ലാതെ തിരുവനന്തപുരം നെടുമങ്ങാട് അന്താരാഷ്ട്ര പച്ചക്കറി മാർക്കറ്റ്. ഉൽപ്പന്നങ്ങൾ വാങ്ങി സംഭരിക്കാനുള്ള ശീതീകരണി പ്രവർത്തനരഹിതം. വാങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വില കർഷകർക്ക് കിട്ടുന്നില്ല. ടോപ്പ് 10 സ്പെഷ്യൽ. കിറ്റക്സിനെ ആന്ധ്രാപ്രദേശിലേക്ക് ക്ഷണിച്ച് N. ചന്ദ്രബാബു നായിഡു സർക്കാർ. ആന്ധ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി S. സവിത കൊച്ചിയിലെ കിറ്റക്സ് ഫാക്ടറി സന്ദർശിച്ചു. മനസ്സമാധാനത്തിനു വേണ്ടിയാണ് കേരളം വിട്ട് തെലങ്കാനയിലേക്ക് പോയതെന്ന് കിറ്റക്സ് MD സാബു M. ജേക്കബ്. കേരളം വ്യവസായ സൗഹൃദമാണെന്ന് വ്യവസായികൾ പറയില്ലെന്നും വിമർശനം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് എലോൺ മസ്ക്. പിൻവലിച്ചത് എപ്സ്റ്റൈൻ ബാലപീഡന കേസ് ഫയലിൽ ട്രംപിന്റെ പേരുണ്ടെന്ന ട്വീറ്റ്. നടപടി സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്ന അഭ്യൂഹം. മെസ്സിയും അർജന്റീനയും കേരളത്തിൽ എത്തുമെന്ന് ആവർത്തിച്ച് കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ. സ്പോൺസർ മാച്ച് ഫീ അടച്ചെന്നും സാമ്പത്തികമായി ഒരു ബാധ്യതയും സർക്കാർ ഏറ്റെടുക്കില്ലെന്നും മന്ത്രി. ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം US-ന്റെ കൊക്കോ ഗൌഫിന്. കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് യാത്രാമൊഴി. തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ സംസ്കാരം. KPCC ആസ്ഥാനത്തെ പൊതുദർശനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സ്റ്റോറി ഓഫ് ദ ഡേ. അനുഭവപൂർണതയുടെ ശതാഭിഷേകത്തിൽ ഡോക്ടർ DM വാസുദേവൻ. വാർത്തകൾ സമഗ്രമായി വിശദമായി നോക്കാം. ഭാരതാംബയെ ഭരണഘടനാ വിരുദ്ധ ദേശവിരുദ്ധ ആശയങ്ങളുടെ പ്രചാരണത്തിനായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് വൃക്ഷത്തൈ നട്ടു പ്രതിഷേധിച്ച് CPI. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പതാക ഉയർത്തി വൃക്ഷത്തൈ നട്ടു. ഭാരത് മാതാ കീ ജയ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് വൃക്ഷത്തൈ നട്ടത്. തൈ നട്ട് വിവിധയിടങ്ങളിൽ CPI പ്രതിഷേധിച്ചു. മന്ത്രി K. രാജൻ, VS സുനിൽകുമാർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ബിനോയ് വിശ്വം CPI ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പതാക ഉയർത്തി വൃക്ഷത്തൈ നട്ടത്. ഭാരത് മാതാ കീ ജയ് എന്ന മുദ്രാവാക്യത്തോടെയാണ് വൃക്ഷത്തൈ നട്ടത്. ഭാരത് മാത ദേശസ്നേഹത്തിന്റെ പ്രതീകമാണ്.
RSSന്റെ കൊടി പിടിച്ചു നിൽക്കുന്നതല്ല. പ്രകൃതിയും ദേശസ്നേഹവും ചേർന്നതാണ് ഭാരത് മാത എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. സ്വതന്ത്ര പോരാട്ടത്തിൽ ജനകോടികളെ ആവേശം കൊള്ളിച്ച ഒന്നാണ്. അതിന് നിശ്ചിത മുഖച്ഛായ കൽപ്പിക്കാനായിട്ട് ശ്രമിക്കേണ്ടതില്ല. ഭാരതാംബ എന്ന് പറഞ്ഞ മഹത്തായ സങ്കല്പത്തിന്റെ പ്രതീകം ഈ കൊടിയാണ്. ഇന്ത്യൻ ജനകോടികളെ എന്നും ആവേശം കൊള്ളിച്ച ഈ മൂവർണ്ണ കൊടി, അതാണ് ഇന്ത്യക്ക് പ്രതീകം ഭാരതാംബയുടെ. RSSന്റെ ഇംഗിതങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ബോധപൂർവമായിട്ടുള്ള ശ്രമം നടക്കുന്നു. RSSന്റെ കാവ്യചിഹ്നങ്ങൾ ഉൾപ്പെടുന്ന പരീക്ഷണശാലയായി രാജ്ഭവൻ മാറാൻ പാടില്ലെന്നും ഗവർണർ ഭരണഘടനാപരമായി നിലകൊള്ളണമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. RSSന്റെ ചിഹ്നങ്ങളെ രാഷ്ട്രചിഹ്നങ്ങളാക്കി മാറ്റാനുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ഇടപെടൽ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. അതിൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാലയായി രാജ്ഭവൻ മാറാൻ പാടില്ല. RSSന്റെ പതാക പിടിച്ച അല്ലെങ്കിൽ ആ വിധത്തിലുള്ള കാവ്യചിഹ്നങ്ങൾ അവതരിപ്പിക്കപ്പെട്ട് അതെല്ലാം ഇന്ത്യയുടെ ഔദ്യോഗിക ചിഹ്നങ്ങളാകണം എന്നാരെങ്കിലും വാശി പിടിച്ചാൽ അത് പരീക്ഷിക്കാനുള്ള ഒരു പരീക്ഷണശാലയായി ഒരു കാരണവശാലും രാജ്ഭവൻ മാറാൻ പാടില്ല. തൈ നട്ട വിവിധയിടങ്ങളിൽ CPI പ്രതിഷേധിച്ചു. ഇത്തരം പ്രതിഷേധങ്ങൾ ഇനിയും തുടരുമെന്ന് CPI അറിയിച്ചു. അമൃത ന്യൂസ്, തൃശൂർ. രാജ്ഭവനിലെ പരിസ്ഥിതി ദിന പരിപാടി വിവാദത്തിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ഏത് വസ്ത്രം ധരിച്ചാലും അമ്മ അമ്മയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയപാത തകർച്ചയിൽ അപാകതകൾ പരിഹരിക്കുമെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു. ഭാരതാംബ എന്ന് പറയുന്ന അമ്മയാണ് അല്ലേ? എല്ലാവരും പത്രത്തിൽ വന്നിട്ട് ഇപ്പം പറയുന്നുണ്ട് ഭാരതാംബ ഞങ്ങളുടെ അമ്മയാണ്, ഞങ്ങളും പൂജിക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, ഇതിങ്ങനെ മാറ്റിയാൽ മതിയായിരുന്നു, അതിങ്ങനെ മാറ്റിയാൽ മതിയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾ കണ്ടിട്ടുള്ളതിൻ്റെ അകത്ത് ഇത് ഇങ്ങനെയല്ല, മറ്റേതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മയല്ലേ? അമ്മ വസ്ത്രം ധരിച്ചാൽ ചില വസ്ത്രം ചില മക്കൾക്ക് ഇഷ്ടപ്പെടും, ചില മക്കൾ പറയും അത് വേണ്ട മറ്റേ ധരിക്കാൻ പറയും. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി പുനഃപരിശോധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ത്യക്ക് വീണ്ടും കത്തെഴുതി പാകിസ്ഥാൻ. കരാർ സംബന്ധിച്ച ഇന്ത്യയുടെ ആശങ്ക പരിഹരിക്കാൻ തയ്യാറാണെന്നും കത്തിൽ പറയുന്നു. എന്നാൽ സിന്ധു നദീജല കരാറിൽ നിലവിൽ ചർച്ചകൾക്ക് താൽപ്പര്യമില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. കരാർ മരവിപ്പിച്ച നടപടി തുടരുമെന്നും മന്ത്രാലയം അറിയിച്ചു. ഏപ്രിൽ 22-ന് നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യ കരാർ മരവിപ്പിച്ചത്. തന്ത്രപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയാണ് സിന്ധു നദീജല കരാർ റദ്ദാക്കുന്ന തീരുമാനത്തിന് അംഗീകാരം നൽകിയത്. വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകാൻ കഴിയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെ പാകിസ്ഥാനോട് നയം വ്യക്തമാക്കിയിരുന്നു. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് പാകിസ്ഥാൻ പിന്തുണ അവസാനിപ്പിക്കുന്നതുവരെ കരാർ നിർത്തിവെക്കുമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. വിഷയത്തിൽ ഇടപെടണമെന്ന് ലോകബാങ്കിനോട് പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ ലോകബാങ്ക് ഇതിന് തയ്യാറായില്ല. നദീജല കരാർ റദ്ദാക്കിയതിനു പിന്നാലെ പാകിസ്ഥാൻ കടുത്ത ജലക്ഷാമത്തിലൂടെ കടന്നു പോവുകയാണെന്നാണ് നിഗമനം. മേഖലയിലെ കൃഷി സിന്ധു നദീജലത്തെ ആശ്രയിച്ചാണ് നടക്കുന്നത്. കരാർ റദ്ദാക്കിയത് കർഷകരെ വൻ ദുരിതത്തിലാക്കിയെന്നാണ് സൂചന. ഇതിനു പിന്നാലെയാണ് നടപടി മരവിപ്പിച്ചത് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ ഇന്ത്യക്ക് കത്തുകൾ അയച്ചിരിക്കുന്നത്. ഒന്നിനു പുറകെ ഒന്നായി 4 കത്തുകൾ ഇന്ത്യക്ക് അയച്ചു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പാക് ജലമന്ത്രാലയം സെക്രട്ടറി സെയ്ദ് അലി മുർത്താസയാണ് ജൽശക്തി മന്ത്രാലയത്തിന് കത്തുകൾ അയച്ചത്. ഇത് മന്ത്രാലയം വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. മഹാത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. മസ്ജിദുകളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലുമാണ് പെരുന്നാൾ നമസ്കാരം നടന്നത്. തിരുവനന്തപുരത്തെ പാളയം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. على آله وصحبه أجمعين والحمد لله رب العالمين. الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. തക്ബീർ ധ്വനികളാൽ മുഖരിതമായ അന്തരീക്ഷം. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم. ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെയും ഇസ്മയിൽ നബിയുടെ സമർപ്പണത്തിന്റെയും ഓർമ്മ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം പരസ്പരം ആശ്ലേഷിച്ചും സന്ദേശങ്ങൾ കൈമാറിയുമാണ് വിശ്വാസികൾ വീടുകളിലേക്ക് തിരിച്ചത്.
പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവിയുടെ നേതൃത്വത്തിലായിരുന്നു ഈദ് നമസ്കാരം സംഘടിപ്പിച്ചത്. പഹൽഗാമിലെ ഭീകരാക്രമണത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ടായിരുന്നു ഇമാം ഈദ് സന്ദേശം നൽകിയത്. മനുഷ്യരെ അന്യായമായി വധിക്കുന്നത് പൈശാചികമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വിശുദ്ധ ഖുർആൻ അത് വളരെ കൃത്യമായും വ്യക്തമായും പറഞ്ഞതാണ്. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമാ ഖതല الناس ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ الناس ജമീഅ. അന്യായമായിട്ട് ആരെങ്കിലും ഒരു മനുഷ്യനെ വധിച്ചാൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും വധിച്ചതിന് തുല്യമായ ക്രൂരതയാണ് അയാൾ ചെയ്തിട്ടുള്ളത്. ആർക്കും നമ്മുടെ രാജ്യത്തെ തകർക്കുവാനോ മതപരമായിട്ട് ഭിന്നിപ്പിക്കാനോ കഴിയില്ല എന്ന് ഭീകരാക്രമണ ശേഷം വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യമാവുകയുണ്ടായി, ലോകത്തിന് ബോധ്യമാവുകയുണ്ടായി. വഖഫ് നിയമ ഭേദഗതിയിൽ ആത്മവിശ്വാസം കൈവിടാതെ പോരാട്ട ഭൂമികയിൽ സജീവമാകാൻ ഇമാം ആഹ്വാനം ചെയ്തു. ക്ഷമയും ആത്മസംയമനവും നഷ്ടപ്പെടുത്താതെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിലും അതുപോലെ തന്നെ ഭരണഘടനയിലും പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ആവശ്യമായ നിയമ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ വിശ്വാസികൾക്ക് സാധ്യമാവണം. പലസ്തീനിൽ നടക്കുന്ന മനുഷ്യക്കുരുതിയിൽ ലോകരാഷ്ട്രങ്ങളുടെ മൗനം ആശങ്കാജനകമാണെന്നും ഇമാം പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊച്ചിയിലെ വിവിധ മുസ്ലിം പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. കലൂർ മുസ്ലിം ജുമാ മസ്ജിദിൽ സയ്യിദ് സ്വലാഹുദ്ദീൻ ബുഖാരിയുടെ നേതൃത്വത്തിൽ രാവിലെ 7:45 നിസ്കാരം നടന്നത്. കലൂർ ഹിദായത്തുൽ ഇസ്ലാം ബദർ ജുമാ മസ്ജിദിൽ സുബൈർ സഖാഫി മേലാറ്റൂരിന്റെ നേതൃത്വത്തിൽ നമസ്കാരം നടന്നു. നമസ്കാര ശേഷം വീടുകളിൽ വിരുന്ന് സൽക്കാരം സംഘടിപ്പിച്ചും ആശംസകൾ നേർന്നും വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷമാക്കി. മലബാർ മേഖലയിലെ വിവിധയിടങ്ങളിലും പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. കോഴിക്കോട് പാളയം മൊഹീദ്ദീൻ പള്ളിയിലെ പെരുന്നാൾ നമസ്കാരത്തിന് ഡോക്ടർ ഹുസൈൻ മടവൂർ നേതൃത്വം നൽകി. ജാതി മതത്തിന് അതീതമായി തീവ്രവാദത്തിനെതിരെ പോരാടണമെന്നും നന്മയുടെ സന്ദേശം പകരുന്ന സമയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ആത്മത്യാഗത്തിന്റെ സന്ദേശം പകർന്ന് ഓരോ ഇസ്ലാം മതവിശ്വാസിയും ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. മലബാർ മേഖലയിൽ പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും രാവിലെ പെരുന്നാൾ നമസ്കാരവും പ്രത്യേക പ്രഭാഷണവും നടന്നു. മഴ ആശങ്കയുള്ളതിനാൽ ഈദ്ഗാഹുകൾ പൊതുവെ കുറവായിരുന്നു. കോഴിക്കോട് പാളയം മൊഹീദ്ദീൻ പള്ളിയിലെ പെരുന്നാൾ നമസ്കാരത്തിന് ഡോക്ടർ ഹുസൈൻ മടവൂർ നേതൃത്വം നൽകി. ജാതി മതചിന്തകൾക്ക് അതീതമായി തീവ്രവാദത്തിനെതിരെ ഒറ്റക്കെട്ടായി പോരാടണമെന്ന് അദ്ദേഹം പറഞ്ഞു. നന്മകളുടെ സന്ദേശം പകരുന്ന സമയമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാവർക്കും ആശംസകൾ നൽകുന്നു. സമർപ്പണം, സ്നേഹം, കാരുണ്യം, വിട്ടുവീഴ്ച, ഇഷ്ടം, ബഹുമാനം തുടങ്ങിയ നന്മകൾ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു സമയമാണിത്. മഹാപ്രവാചകനായിരുന്ന ഇബ്രാഹിം നബിയുടെ, അബ്രഹാം പ്രവാചകന്റെ ത്യാഗോജ്വലമായ ജീവിതം അയവിറക്കുന്ന ഒരു ദിവസവും കൂടിയാണിത്. പെരുന്നാൾ നമസ്കാരത്തിനും പ്രഭാഷണത്തിനും ശേഷം പരസ്പരം ഈദ് ആശംസകൾ കൈമാറിയാണ് വിശ്വാസികൾ പള്ളിയിൽ നിന്നും മടങ്ങിയത്. ശേഷം പള്ളികൾ കേന്ദ്രീകരിച്ചും അല്ലാതെയും ബലികർമ്മങ്ങളും ബലിമാംസ വിതരണവും നടന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നു. മന്ത്രിമാരും ദേശീയ നേതാക്കളുമെല്ലാം പങ്കെടുപ്പിച്ച 2ാം ഘട്ട പ്രചാരണത്തിലാണ് മുന്നണികൾ. പെരുന്നാൾ ദിനത്തിലും വിശ്രമമില്ലാതെ സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിലായിരുന്നു. വോട്ടെടുപ്പ് ദിവസം അടുക്കുംതോറും ചൂടുപിടിക്കുകയാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം. ഇടതു വലതു മുന്നണികൾ ആദ്യഘട്ട പ്രചരണം പൂർത്തിയാക്കി. വൈകി മാത്രം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ NDAയും PV അൻവറും മറ്റു മുന്നണികളുടെ ഒപ്പമെത്താനുള്ള ശ്രമത്തിലാണ്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം അമരമ്പലം പഞ്ചായത്തിലായിരുന്നു പ്രചരണം. പാട്ടക്കരിമ്പ് ഉന്നതി കോളനിയിലെ ആദിവാസി വിഭാഗങ്ങൾക്ക് ഒപ്പമായിരുന്നു ഉച്ചഭക്ഷണം. അതിനുശേഷം വിവിധ കോളനികളിലെത്തി വോട്ടർമാരെ നേരിൽ കണ്ടു. LDF സ്ഥാനാർത്ഥി M സ്വരാജിന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം PK സൈനബയുടെ വീട്ടിലായിരുന്നു പെരുന്നാൾ ദിനത്തിലെ ഉച്ചഭക്ഷണം. അതിനുശേഷം ഇരുട്ടുകുത്തി, വാണിയമ്പുഴ, തരിപ്പട്ടി, കുമ്പളപ്പാറ തുടങ്ങി ആദിവാസി നഗറുകളിൽ സന്ദർശനം നടത്തി. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് പോത്തുകൽ പഞ്ചായത്തിലായിരുന്നു പ്രചരണം നടത്തിയത്. മതപുരോഹിതർ ഉൾപ്പെടെ സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ള കീ വോട്ടർമാരുമായി കൂടിക്കാഴ്ച നടത്തി. എടക്കര, മൂത്തേടം പഞ്ചായത്തുകളിലായിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറിന്റെ ഇന്നത്തെ പ്രചരണം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ 2ാം ഘട്ടം ആരംഭിക്കുമ്പോൾ മന്ത്രിമാരെയും സംസ്ഥാന ദേശീയ നേതാക്കളെയും പങ്കെടുപ്പിച്ച് പ്രചരണം കൊഴുപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. അമൃത ന്യൂസ്, മലപ്പുറം.
മലയോര മേഖലയിൽ നിന്നുമുള്ള വോട്ടുകൾ ലക്ഷ്യമാക്കിയാണ് മോഹൻ ജോർജിനെ NDA സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ എത്തിച്ചു നടക്കുന്ന പ്രവർത്തനം ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് BJP. ജോർജ് കുര്യൻ, ഷോൺ ജോർജ്, അനൂപ് ആന്റണി തുടങ്ങിയ നേതാക്കളാണ് മലയോര മേഖലയിലെ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. റബ്ബർ വില മുതൽ മനുഷ്യ വന്യജീവി സംഘർഷം വരെ ഇവിടെ തെരഞ്ഞെടുപ്പ് വിഷയമാണ്. പ്രചരണത്തിനെത്തിയ ജോർജ് കുര്യൻ 2023 കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോത്തുകൽ ചെമ്പൻകൊല്ലി ജോസിന്റെ വീട്ടിൽ NDA സ്ഥാനാർത്ഥിക്കൊപ്പം എത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു. കൂടാതെ കോട്ടക്കുന്ന് ഇഹിയ ഉസുന്ന പള്ളി മദ്രസയും സന്ദർശിച്ചു. ഓർത്തഡോക്സ് സഭാ വികാരി ഫാദർ മാർക്കോസിനെയും സന്ദർശിച്ച മന്ത്രി ജോർജ് കുര്യനും സ്ഥാനാർത്ഥി മോഹൻ ജോർജും എടക്കര സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ച പെരുന്നാൾ സൽക്കാരത്തിലും പങ്കെടുത്തു. ഇന്ന് തിരിച്ചു പോകുന്ന കേന്ദ്രമന്ത്രി 2 ദിവസത്തിനു ശേഷം വീണ്ടും മണ്ഡലത്തിലെത്തും. അമൃത ന്യൂസ്, മലപ്പുറം. നടനും BJP നേതാവുമായ കൃഷ്ണകുമാറും മകൾ ദിയാകൃഷ്ണയും ജാതീയമായി അധിക്ഷേപിച്ചുവെന്ന ആരോപണവുമായി ജീവനക്കാർ. ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പരാതിയിൽ ഇരുവർക്കുമെതിരെ തട്ടിക്കൊണ്ടുപോകലിന് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തിരുന്നു. കടയിൽ നിന്നും ജീവനക്കാർ 69 ലക്ഷം രൂപ തട്ടിയെടുത്തതിന് ദിയയും നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. UPI പേയ്മെന്റിനായി ഏർപ്പെടുത്തിയ QR കോഡിൽ തിരിമറി നടത്തി പണം തട്ടിയെന്നാരോപിച്ച് 3 ജീവനക്കാർക്കെതിരെ കൃഷ്ണകുമാർ പരാതി നൽകിയിരുന്നു. 69 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ പരാതി. ഇതിൽ 3 പേർക്കുമെതിരെ കേസെടുത്തു. മകളെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ കേസിലെ 1-ാം പ്രതിയായ ജീവനക്കാരിയുടെ ഭർത്താവിനെതിരെയും കേസെടുത്തിരുന്നു. തട്ടിപ്പ് കണ്ടെത്തിയതോടെ ജീവനക്കാരെ വിളിച്ചു. കേസ് കൊടുക്കാതിരിക്കാൻ പണം തിരികെ ആവശ്യപ്പെട്ടു. 8 ലക്ഷം രൂപ ജീവനക്കാർ തിരിച്ചു നൽകി. ബാക്കി പണം ഉടൻ നൽകാമെന്നും പോലീസിൽ പരാതിപ്പെടരുതെന്നും അവർ ആവശ്യപ്പെട്ടതായി കൃഷ്ണകുമാർ പറഞ്ഞു. 69 ലക്ഷം രൂപയാണ് ഇവർ QR കോഡ്, അതായത് ബാങ്ക് രേഖകളിലൂടെ ഇവർ തട്ടിയിരിക്കുന്നത്. 8,82,000 രൂപ ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നു. ഇതിൻ്റെ എല്ലാ തെളിവുകളും ഞങ്ങൾ എല്ലാവരും ക്യാമറയിൽ ഇത് കൂടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് കിട്ടിയപ്പോൾ ഞങ്ങളിൽ ഇത് പൈസ തരാം, പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ ഉടനെ പറ്റും, ഞങ്ങൾക്ക് സമയം തരണം, ഞങ്ങൾക്ക് ചെക്ക് തരാൻ പറ്റും. അങ്ങനെ ഒരു ഒത്തുതീർപ്പ് പോലെ ഇവർ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നു. കൃഷ്ണകുമാറിന്റെ മകൾ ദിയ ജാതീയമായി അധിക്ഷേപിച്ചുവെന്ന ആരോപണവുമായാണ് പരാതിക്കാർ രംഗത്തെത്തിയത്. ടാക്സ് പ്രശ്നമുള്ളതുകൊണ്ടാണ് തങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചതെന്നും ഭീഷണിപ്പെടുത്തി തങ്ങളുടെ കയ്യിൽ നിന്നും പണം തട്ടിയെന്നും പരാതിക്കാർ ആരോപിച്ചു. നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി, എന്നിട്ട് വീക്കിലിയോ മന്ത്ലിയോ ഞാൻ എപ്പോഴാണോ വരുന്ന ആ സമയത്ത് നിങ്ങൾ എനിക്ക് ക്യാഷ് ആയിട്ട് കയ്യിൽ തന്നാൽ മതി എന്നാണ് ദിയ മാം നമ്മളെ അറിയിച്ചിരുന്നത്. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെയെന്ന് എന്ത് പറഞ്ഞാൽ ഇങ്ങനെ അടിച്ചമർത്തുന്ന സംസാരം, ജാതീയമായിട്ട് അധിക്ഷേപിക്കുന്നത്, നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ പേയ്മെൻ്റ് ഒക്കെ മേടിച്ചത് സ്ക്രീൻഷോട്ട് ഞാൻ സ്റ്റാറ്റസ് ഇട്ട് കസ്റ്റമറിൻ്റെ നിന്ന് കളക്ട് ചെയ്യും, എന്നിട്ട് ഞാൻ നിങ്ങൾക്കെതിരെ തെഫ്റ്റ് കേസ് ഫയൽ ചെയ്യുമെന്ന് എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്. ഓഫീസിൽ വെച്ച് ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നതാണ് നിങ്ങളിത് സമ്മതിച്ചേ പറ്റും, ഞങ്ങൾ അവർ ഭീഷണിപ്പെടുത്തിയാണ് ഈ കാര്യം ഞങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത്. എന്നിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്നത് 5 ലക്ഷം രൂപയാണ് ഞാൻ നിങ്ങളടുത്ത് ഓഫർ ചെയ്യുന്നത്, നിങ്ങൾ കാരണം എൻ്റെ 200 ഓർഡേഴ്സാണ് പാക്ക് ചെയ്യാതെ പോയിരിക്കുന്നത്, നിങ്ങൾക്കെതിരെ ഒരു പരാതി കൊടുക്കണ്ടെങ്കിൽ എനിക്ക് ഒരു അച്ഛനേ ഉള്ളൂ, നിങ്ങൾ 5 ലക്ഷം രൂപ എൻ്റെ ഫ്ലാറ്റിൽ കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ സ്റ്റോറിയോ സ്റ്റാറ്റസോ ഒന്നും ഞങ്ങൾ ഒരിടത്തും ഇടത്തില്ലാണ്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോയി ബലം പ്രയോഗിച്ച് പണം കൈക്കലാക്കിയെന്നാണ് ജീവനക്കാരുടെ പരാതിയിലുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇനി ടോപ് 10 സ്പെഷ്യൽ സ്റ്റോറി നോക്കാം. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് തിരുവനന്തപുരത്തെ കർഷകർ നെടുമങ്ങാട് അന്താരാഷ്ട്ര പച്ചക്കറി മാർക്കറ്റിനെ സ്വാഗതം ചെയ്തത്. അവർക്ക് മുൻപിൽ വലിയ വിപണി സാധ്യതകളാണ് അന്താരാഷ്ട്ര മാർക്കറ്റ് തുറന്നു വെച്ചത്. എന്നാൽ ഇന്ന് അതല്ല കഥ. അധികൃതരുടെ അനാസ്ഥ കാരണം ഒട്ടേറെ കർഷകരാണ് എല്ലാം ഉപേക്ഷിച്ചു പോയത്. വാർത്ത കാണാം. കാലാവസ്ഥാ വ്യതിയാനങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്താണ് കർഷകർ മണ്ണിൽ പൊന്നു വിളയിക്കുന്നത്. കടം വാങ്ങിയും പലിശയ്ക്ക് പണമെടുത്തുമാണ് പലരും കൃഷി ചെയ്യുന്നത്. കഷ്ടപ്പെട്ടാലും അവർക്ക് മുന്നിൽ വിപണി സാധ്യത ഉണ്ടെന്നത് അവരെ കൃഷിയോട് ചേർത്ത് നിർത്തി. ഹെക്ടർ കണക്കിന് ഭൂമിയിലാണ് പലരും കൃഷി ചെയ്യുന്നത്. എന്നാൽ കൃഷി ചെയ്തു കൊണ്ടുവരുന്ന കാർഷികോത്പന്നങ്ങൾ വിറ്റുപോയതിനു ശേഷം ബാക്കിയുള്ളവ ഏറ്റെടുത്തു സൂക്ഷിക്കാൻ ഒരിടമില്ല. പണ്ടേ പണി കഴിപ്പിച്ചിട്ട കൂൾച്ചേമ്പറാകട്ടെ നശിച്ച അവസ്ഥയിലുമാണ്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കെട്ടം മുഴുക്കൻ മരക്കറിയായിരിക്കും, അപ്പുറത്തെ ആൾ മുഴുക്കൻ കൊലയായിരിക്കും. എത്ര കൊണ്ടുവന്നാലും ഒരു കൊലയോ 1 കിലോ മരക്കറി സാധനമോ തിരിച്ചു വിടുകില്ല, എടുക്കാതിരിക്കില്ല, എല്ലാം ഹോട്ടിക്കോപ്പെടുത്തു കൊണ്ടുപോകും. പക്ഷേ ഇപ്പം അങ്ങനെ ഒരു സംവിധാനം ഇല്ല. ഇപ്പം ഈ അടുത്ത കാലം തൊട്ട് മനസ്സിലായി. അതിന് കാരണം ഈ മാർക്കറ്റ് വേറൊരു കമ്പനിക്ക് കൊടുത്തു എന്നാണ് അവർ പറയുന്നത്. എന്തായാലും നമ്മളതിൽ ബാധിക്കപ്പെട്ടത് കൃഷിക്കാരാണ്. അത് അപ്പുറത്തോട്ട് നോക്കിയാൽ അറിയാം, 1000 കണക്കിന് കിലോ വെള്ളരിക്ക വാരിയിട്ടായിരുന്നു.
മനസ്സിലായോ? ഇന്ന് വെള്ളരിക്ക 60 രൂപ. അതിവിടെ കൊണ്ടുവന്ന ഒരു ചന്തയ്ക്ക് ഒരു ദിവസം, അതായത് 3 ദിവസം മാർക്കറ്റാണ്. ഒരു മാർക്കറ്റിൽ വരണ 1500 2000 കിലോ വെള്ളരിക്ക പിടിയിൽ വാരിയിട്ടില്ല. അതവിടെ കിടപ്പുണ്ട്, കാണാം. നേരെ മറിച്ച് ഈ കൂൾ ചേമ്പർ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് വയ്ക്കാം. ഈ 10 രൂപ അന്ന് വിറ്റെങ്കിൽ ഇന്നത് 60 രൂപ വിൽക്കുമായിരുന്നു. അതവർ നന്നാക്കിയിട്ടില്ല. ഒന്നും നന്നായി, എല്ലാവരുടെ അനാസ്ഥയാണ്. കർഷകർ കൊണ്ടുവരുന്ന കാർഷികോത്പന്നങ്ങളിൽ കുറച്ചു മാത്രം ഏറ്റെടുക്കുകയും ബാക്കി വരുന്നവ എടുക്കാൻ ഹോർട്ടികോപ്പ് തയ്യാറാകാതെ വരികയും ചെയ്തതോടെ വലിയ പ്രതിഷേധമുയർന്നു. ബാക്കി വന്ന പച്ചക്കറികൾ മാർക്കറ്റിലെ പൊന്തക്കാട്ടിൽ അധികൃതർ തന്നെ ഉപേക്ഷിച്ചു. ടൺ കണക്കിന് പച്ചക്കറികളാണ് ഇത്തരത്തിൽ അഴുകി നശിച്ചത്. കഷ്ടപ്പെട്ട് കടം വാങ്ങി കൃഷി ചെയ്തെടുത്ത ഉത്പന്നങ്ങൾ അഴുകി നശിച്ചത് കണ്ട് കർഷകരുടെ മനം മടുത്തു. പലരും കൃഷി ചെയ്യുന്നത് നിർത്തി. കൂൾ ചേമ്പറിനെ ഉപയോഗപ്രദമായ രീതിയിൽ മാറ്റണമെന്നത് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സംവിധാനം സർക്കാർ ഭാഗത്തു നിന്നുണ്ടായാൽ അത് നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടും. ഈ തലമുറയ്ക്ക് അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്കെങ്കിൽ ഇത് കൃഷിയിലോട്ട് വരണമെന്നുള്ളൊരു ആശയം വരും. ഇന്നിപ്പം വില കുറവാണെങ്കിൽ സാധനം കൂടുതലാണ്, അതിനെ ശേഖരിക്കാനുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ട്. അതിനെ നമ്മൾ ശേഖരിക്കാനുള്ള സംവിധാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കൃഷി ഒരിക്കലും ആരും താഴോട്ട് നിൽക്കില്ല. ഏറ്റെടുത്ത ഉത്പന്നങ്ങൾക്ക് തന്നെ കൃത്യമായി പണം ലഭിക്കുന്നുമില്ല. ലക്ഷങ്ങളാണ് ഇനിയും കുടിശ്ശിക ഇനത്തിൽ ലഭിക്കാനുള്ളത്. വകുപ്പ് മന്ത്രി GR അനിൽ പ്രശ്നങ്ങൾക്കുടൻ പരിഹാരം കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് വേണ്ടത് ശാശ്വത പരിഹാരമാണ്. ഓണക്കാലത്ത് വറുതിയുടെ വിത്തിറക്കാതിരിക്കാനുള്ള കരുതലാണ്. ക്യാമറാമാൻ സനിൽകുമാറിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. കാർഷികോൽപ്പന്നങ്ങൾക്ക് വിപണി ഉറപ്പാക്കുക, ന്യായവില നൽകുക, അധികം വരുന്ന പച്ചക്കറികൾ സംഭരിക്കാൻ സൗകര്യമൊരുക്കുക എന്നീ ആവശ്യങ്ങളാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. നമ്മൾ നല്ല സ്ഥിരം കൃഷി ചെയ്ത് ഇവിടെ സാധനം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ ഒരു 2 മാസത്തെ ഈ സാധനം വാരി വിളയിലെറിഞ്ഞ് മൊത്തം ഇവിടെ നശിപ്പിച്ച് കളഞ്ഞു. ഇതിൽ ഈ കൂൾ ചേമ്പർ വെറുതെ കിടക്കണം. ഇതിനകത്ത് വയ്ക്കാൻ പോലും ഒരു സംവിധാനം ഇല്ല. അവിടെ ഒരു ജനറേറ്റർ ഇരിക്കണം, പൈസ മുടക്കി ഇട്ടിക്കണ തന്നെ മിച്ചം. പക്ഷേ കർഷകർക്ക് ഒരു ഗുണമില്ല. പക്ഷേ ഇത് എല്ലാം ശരിയാക്കി തന്ന് നമുക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷേ ഈ സാധനം എടുക്കണം, കറക്റ്റ് സമയത്ത് പൈസ കിട്ടുന്നില്ല. നമ്മൾ ബാങ്കിൽ ലോൺ എടുത്താണ് കൃഷി ചെയ്യണത്. ഇപ്പം ഞങ്ങൾക്ക് 5 മാസം പൈസ ഇപ്പം തരാനുണ്ട്. അപ്പോൾ എങ്ങനെ ഇതിനെ പൊളിച്ചു കെട്ടാനാണ് സർക്കാർ നോക്കുന്നത്. അപ്പോൾ അതിന് പിന്നെ നമ്മളിപ്പം സമരമൊക്കെ നടത്തി ഇവിടെ പട്ടിണിയെ കിടന്നു. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഇപ്പം ഞാനിപ്പോൾ 1.5 ലക്ഷം രൂപ പലിശയ്ക്കെടുത്താണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. വീട്ടിലെ കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ട്. പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. കർഷകരെ വളരെയധികം ബുദ്ധിമുട്ടിച്ച ഒരു പ്രശ്നമാണ് ട്രേഡേഴ്സ് ഇല്ലാതെ വന്നത്. അത് ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും പ്രശ്നങ്ങളും ആയതുകൊണ്ട് അങ്ങനെ ട്രേഡേഴ്സുകൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വന്നത്. കിറ്റക്സിനെ ആന്ധ്രാപ്രദേശിലേക്ക് ക്ഷണിച്ച് N. ചന്ദ്രബാബു നായിഡു സർക്കാർ. ആന്ധ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി S. സവിത കൊച്ചിയിലെ കിറ്റക്സ് ഫാക്ടറി സന്ദർശിച്ചു. ആന്ധ്ര സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ചതായും തുടർ ചർച്ചയ്ക്കായി ആന്ധ്രയിലേക്ക് പോകുമെന്നും കിറ്റക്സ് ഗ്രൂപ്പ് MD സാബു M. ജേക്കബ് പറഞ്ഞു. ആന്ധ്രാപ്രദേശിൽ നിക്ഷേപം നടത്തണമെന്നുള്ള സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ചിരിക്കുകയാണ് കിറ്റക്സ് MD സാബു M. ജേക്കബ്. ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലെത്തിയ സംസ്ഥാന ടെക്സ്റ്റൈൽസ് വകുപ്പ് മന്ത്രി S. സവിതയാണ് കിറ്റക്സിന്റെ ഔദ്യോഗികമായി സംസ്ഥാനത്തേക്ക് ക്ഷണിച്ചത്. മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും സബ്സിഡിയും അടക്കമുള്ള കാര്യങ്ങളാണ് ആന്ധ്രയുടെ വാഗ്ദാനം. We are providing power, solar energy, water, all facilities we are giving, subsidies we are giving, and I think Kitexar will take good decision to invest in Andhra. ആന്ധ്ര സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ച സാബു M. ജേക്കബ് ഉടൻ തന്നെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും വ്യക്തമാക്കി. കേരളത്തിലെ സർക്കാരിന്റെ ഉപദ്രവത്തെ തുടർന്ന് കമ്പനി നടത്തിപ്പ് തന്നെ പ്രതിസന്ധിയിലായ ഘട്ടത്തിലാണ് തെലങ്കാനയിൽ അവസരം ലഭിച്ചത്. 3500 കോടി രൂപയുടെ നിക്ഷേപമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. കേരളത്തിൽ നിക്ഷേപം നടത്തിയാൽ മനസമാധാനം ഉണ്ടാകില്ലെന്നും സാബു പ്രതികരിച്ചു. അടുത്ത മുഖ്യമന്ത്രിയുടെ സൗകര്യമനുസരിച്ച് വി വിൽ ഗോ ദെയർ ആൻഡ് ദെൻ അക്കോർഡിംഗ്ലി വി വിൽ ഡിസൈഡ്. ബിസിനസ്സുകാരനെ സംബന്ധിച്ച് പീസ് ഓഫ് മൈൻഡ്, മനസ്സമാധാനമാണ് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി. കേരളത്തിലില്ലാത്തതും അത് തന്നെയാണ്. മനസ്സമാധാനം കിട്ടില്ല. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സമാധാനം കിട്ടില്ല. തെലങ്കാനയിലേതുപോലെ ആന്ധ്രയിലും വ്യവസായത്തിന് വലിയ സാധ്യതകളുണ്ടെന്നാണ് വിലയിരുത്തൽ. വസ്ത്ര വ്യവസായ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമാണ് പ്രതീക്ഷിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി.
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത എലോൺ മസ്ക്. അമേരിക്കൻ ശതകോടീശ്വരനും ലൈംഗിക കുറ്റവാളിയുമായ ജെഫ്രി എപ്സ്റ്റീന്റെ ഫയലുകളിൽ ട്രംപിന്റെ പേരും ഉണ്ടായിരുന്നുവെന്ന് മസ്കിന്റെ പോസ്റ്റ്. ഇതുകൊണ്ടാണ് കേസിന്റെ റിപ്പോർട്ട് രഹസ്യമാക്കി വെച്ചിരിക്കുന്നതെന്നും പുറത്തുവിടാത്തതെന്നും പോസ്റ്റിൽ ആരോപിക്കുന്നു. ബിഗ് ബോംബ് എന്ന് വിശേഷിപ്പിച്ചാണ് മസ്ക് എക്സിൽ പോസ്റ്റ് പങ്കുവച്ചത്. ഈ പോസ്റ്റ് കുറിച്ചു വെച്ചോളൂ, ഭാവിയിൽ സത്യം പുറത്തു വരിക തന്നെ ചെയ്യുമെന്നും മറ്റൊരു പോസ്റ്റിൽ ഇലോൺ മസ്ക് കുറിച്ചു. എന്നാൽ പോസ്റ്റുകൾ ചർച്ചയായതോടെ ഇവ എക്സിൽ നിന്നും നീക്കം ചെയ്തു. സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് നടപടിയെന്ന അഭ്യൂഹം പരക്കുന്നുണ്ടെങ്കിലും പോസ്റ്റ് പിൻവലിക്കുന്നതിന് പിന്നിലെ യഥാർത്ഥ കാരണം ഇതുവരെ വ്യക്തമല്ല. മെസ്സിയും അർജന്റീനയും കേരളത്തിലെത്തുമെന്ന് ആവർത്തിച്ച് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ. സ്പോൺസർ മാച്ച് ഫീ അടച്ചിട്ടുണ്ട്, എന്നാൽ എത്രയെന്ന് അറിയില്ല. കളി എവിടെയെന്ന് അന്തിമമായി തീരുമാനിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരത്തിനാണ് മുൻഗണന, രണ്ടാമത് കൊച്ചിക്കാണ്. അതേസമയം സാമ്പത്തികമായ ഒരു ബാധ്യതയും സർക്കാർ ഏറ്റെടുക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ചാമ്പ്യന്മാരെ അർജന്റീൻ ടീമിനെ കൊണ്ടുവരിക എന്നുള്ളത് ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു. കായിക വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട ബാധ്യത ചിലവ് ഏറ്റെടുക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്പോൺസറുമായി ബന്ധപ്പെട്ട് ഈ കളി നടത്താൻ തീരുമാനിച്ചത്. വനിതാ സിംഗിൾസ് ഫ്രഞ്ച് ഓപ്പൺ ഫൈനൽ കിരീടം സ്വന്തമാക്കി യുഎസിന്റെ കൊക്കോ ഗൌഫ്. ഫൈനലിൽ ലോക 1-ാം നമ്പർ താരം അരിയാന സബലങ്കയെ പരാജയപ്പെടുത്തിയാണ് ഗൌഫ് തന്റെ കരിയറിലെ ആദ്യ ഫ്രഞ്ച് ഓപ്പൺ സിംഗിൾസ് കിരീടം സ്വന്തമാക്കിയത്. രണ്ട് മുൻനിര കളിക്കാർ തമ്മിലുള്ള വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ അമേരിക്കൻ 2ാം സീഡായ ഗൌഫ് 6-7, 6-2, 6-4 എന്ന സ്കോറിന് വിജയം നേടി. 21-കാരിയായ താരത്തിന്റെ കരിയറിലെ രണ്ടാമത്തെ ഗ്രാൻഡ് സ്ലാം കിരീടമാണിത്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ KPCC അധ്യക്ഷനുമായ തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് രാഷ്ട്രീയ കേരളം വിട നൽകി. ഔദ്യോഗിക ബഹുമതികളോടെ തൈക്കാട് ശാന്തി കവാടത്തിലായിരുന്നു സംസ്കാരം. ഭൗതികദേഹം KPCC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെച്ചപ്പോൾ അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേരാണെത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള തുടങ്ങിയവർ ഇന്ദിരാഭവനിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്കു കാണാൻ വൻ ജനാവലിയാണ് KPCC ആസ്ഥാനത്തെത്തിയത്. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്ത് നിന്ന് നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും സർവ്വസമ്മതനും ബഹുമാന്യനുമായ നേതാവിന് ഇന്ദിരാഭവനിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തിമോപചാരം അർപ്പിച്ചു. മുതിർന്ന നേതാവ് AK ആന്റണി ഉൾപ്പെടെയുള്ളവരെ നേരിട്ട് കണ്ട് അനുശോചനം രേഖപ്പെടുത്തിയാണ് മുഖ്യമന്ത്രി മടങ്ങിയത്. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയും ഇന്ദിരാഭവനിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും മുൻ KPCC അധ്യക്ഷന്മാരും MLA-മാരും MP-മാരും DCC അധ്യക്ഷന്മാരും ഉൾപ്പെടെ സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം KPCC ആസ്ഥാനത്ത് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് അന്തിമോപചാരം അർപ്പിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നേതാക്കൾ ഒന്നടങ്കം ഓടിയെത്തിയിരുന്ന പാർട്ടിയുടെ അമരത്ത് 2 തവണ പദവിയലങ്കരിച്ച, സ്വത്ത് മുഴുവൻ പൊതുപ്രവർത്തന രംഗത്ത് ത്യജിച്ച് വരും തലമുറയ്ക്ക് രാഷ്ട്രീയ മൂല്യം പകർന്നു നൽകിയ തെന്നല ബാലകൃഷ്ണപിള്ള എന്ന കോൺഗ്രസിന്റെ എക്കാലത്തെയും സൗമ്യമുഖം അങ്ങനെ ഇന്ദിരാഭവനിൽ നിന്ന് അവസാനമായി പടിയിറങ്ങി. ഉച്ചയ്ക്ക് 1:30 ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. ശാന്തി കവാടത്തിൽ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ നേതാക്കളും അണികളുമടക്കം വൻ ജനാവലി ഒഴുകിയെത്തി. തുടർന്ന് KPCC ആസ്ഥാനത്ത് നടന്ന അനുസ്മരണ സമ്മേളനത്തിലും കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നടൻ ഷൈൻ ടോം ചാക്കോ പൂർണ്ണ ആരോഗ്യവാനെന്ന് ചികിത്സിച്ച ഡോക്ടർമാർ. ഷൈനിന്റെ ഷോൾഡറിന് താഴെ 3 പൊട്ടലുണ്ട്, നട്ടലിനും ചെറിയ പൊട്ടലുണ്ട്. തിങ്കളാഴ്ച ഷൈനിന്റെ അച്ഛന്റെ സംസ്കാരം കഴിഞ്ഞ ശേഷം ഷൈന് ശസ്ത്രക്രിയ നടത്തും. 6 ആഴ്ച ഷൈന് വിശ്രമം വേണം. അമ്മയ്ക്ക് ഗുരുതര പരിക്കുകളുണ്ട്. ഇടുപ്പിലിന് പൊട്ടലുണ്ട്. ഇടുപ്പിലിന്റെ സ്ഥാനം മാറിയിട്ടുണ്ട്. തലയ്ക്ക് ചെറിയ ക്ഷതമുണ്ട്. അമ്മയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയില്ല. ചാക്കോയുടെ മരണം അമ്മയെ അറിയിച്ചിട്ടില്ലെന്നും സൺ ഹോസ്പിറ്റൽ ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ സുജയ് പറഞ്ഞു. പുള്ളിക്ക് സംഭവിച്ചിരിക്കുന്ന ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാൽ
ലെഫ്റ്റ് ഹ്യൂമറസ്, അതായത് ലെഫ്റ്റ് ഈ ബോൺ, ഹ്യൂമറസ് ബോൺ ഫ്രാക്ചർ ആയിട്ടുണ്ട്. അത് മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് ഉണ്ട്. അതുകൂടാണ്ട് ബാക്ക് ബോണിൻ്റെ ഒരു വെർട്ടിബ്രയിൽ ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്, ട്രാൻസ്വേഴ്സ് പ്രോസസ്സിൽ ചെറിയൊരു ഫ്രാക്ചറാണ്. പിന്നെ മൾട്ടിപ്പിൾ കൺട്യൂഷൻസ് ഉണ്ട്, ചതവുകളുണ്ട്. അത് പ്രോബബ്ലി വണ്ടിയുടെ ഉള്ളിൽ വെച്ച് സംഭവിച്ചായിരിക്കും. ഇന്നലെ വൈകുന്നേരം അതവിടെ അഡ്മിറ്റഡ് ആയിപ്പോൾ സ്റ്റേബിളായിരുന്നു, എല്ലാ വൈറ്റൽസും സ്റ്റേബിളാണ്. ഹെഡ് ഇഞ്ചുറിയുടെ ലക്ഷണങ്ങളോ ചെസ്റ്റ് ഇഞ്ചുറിയുടെ ലക്ഷണങ്ങളോ അബ്ഡോമിനൽ ഇഞ്ചുറിയുടെ ലക്ഷണങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പ്ലാസ്റ്റർ സ്റ്റേബിളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത് കാരണം കൈയിന് പെയിനും കുറവായിരുന്നു. ഇന്നലെ അഡ്മിഷൻ. തിരുവനന്തപുരം ആര്യനാട് വിവാഹ തട്ടിപ്പ് നടത്തിയ യുവതി അറസ്റ്റിൽ. പഞ്ചായത്ത് അംഗത്തെ വിവാഹം കഴിക്കാൻ ശ്രമിക്കവെയാണ് എറണാകുളം സ്വദേശി രേഷ്മയെ ആര്യനാട് പോലീസ് പിടികൂടുന്നത്. വിവിധ ജില്ലകളിലായി നിരവധി പേരെ യുവതി വിവാഹം കഴിച്ച് തട്ടിപ്പിന് ഇരയാക്കിയിട്ടുണ്ട്. സിനിമയെ വെല്ലുന്ന തരത്തിലാണ് യുവതിയുടെ വിവാഹ തട്ടിപ്പ് രീതി. മാട്രിമോണിയൽ പരസ്യം നൽകി വിവാഹത്തിനായി കാത്തിരിക്കുന്ന പുരുഷന്മാരെ വിവാഹം കഴിച്ച് കുറച്ചു ദിവസത്തിനു ശേഷം മുങ്ങുന്നതായിരുന്നു രീതി. എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശിയും 2 വയസ്സുള്ള കുഞ്ഞിന്റെ അമ്മയുമാണ് രേഷ്മ. ഇതുവരെ 6 വിവാഹം കഴിച്ച യുവതി അടുത്ത വിവാഹത്തിനായി തയ്യാറെടുക്കുന്നതിനിടെയാണ് അറസ്റ്റിലാകുന്നത്. മെയ് 29-ന് യുവതിയുടെ അമ്മയാണെന്ന് പറഞ്ഞാണ് വിവാഹാലോചനയുമായി ആദ്യം കോൾ വരുന്നത്. ഇരുവരും നേരിൽ കണ്ട സമയത്ത് യുവതി ദത്തുപുത്രിയാണെന്നും അമ്മ ഉപദ്രവിക്കാറുണ്ട് എന്നും പറഞ്ഞ് സഹതാപം പിടിച്ചുപറ്റി. അതോടെ രേഷ്മയെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് യുവാവ് ഉറപ്പ് നൽകി. തുടർന്ന് യുവാവ് വിവാഹം തീരുമാനിച്ച് ഒരുക്കങ്ങൾ തുടങ്ങുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ വിവാഹത്തിനായി ഒരുങ്ങി ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ നിന്ന രേഷ്മയെ പ്രതിശ്രുതവരനായ പഞ്ചായത്ത് അംഗത്തിന്റെ പരാതിയിലാണ് ആര്യനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംശയം തോന്നിയ പഞ്ചായത്ത് അംഗം യുവതിയുടെ ബാഗ് പരിശോധിച്ചപ്പോൾ മുൻപ് വിവാഹം കഴിച്ചതിന്റെ രേഖകൾ കണ്ടെത്തുകയായിരുന്നു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇത്തരത്തിൽ 6 കല്യാണം നടന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് അംഗത്തിന്റേതുൾപ്പെടെ 3 കല്യാണം നിശ്ചയിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. സാമ്പത്തിക തട്ടിപ്പാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ക്വിസിലെ ലോക ചാമ്പ്യനെ കണ്ടെത്താൻ നടത്തിയ മത്സരം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയം. ലണ്ടൻ ആസ്ഥാനമായ ഇന്റർനാഷണൽ കിസ്സിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു മത്സരം. ഇന്ത്യയിൽ അമൃത വിശ്വവിദ്യാപീഠവുമായി സഹകരിച്ച് 8 വേദികളിലാണ് മത്സരങ്ങൾ നടത്തിയത്. ലോകമെമ്പാടും 100 കേന്ദ്രങ്ങളിലായാണ് മത്സരം സംഘടിപ്പിച്ചത്. സംസ്ഥാനത്ത് തിരുവനന്തപുരം, അമൃതപുരി, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിലായിരുന്നു മത്സരവേദി. ശാസ്ത്രം, ചരിത്രം, കായികം, വിനോദം തുടങ്ങി 8 വിഷയങ്ങളിലായി 240 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. 2 മണിക്കൂർ ദൈർഘ്യമേറിയ എഴുത്തുപരീക്ഷയിൽ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ പങ്കെടുത്തു. അമൃത ആശുപത്രിയിലെ ഡോക്ടർ മനു സുധാകർ 16ാം തവണയും ലോക ക്വിസ് ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കാനെത്തിയിരുന്നു. മുൻ വർഷങ്ങളിൽ മത്സരിച്ച ഡോക്ടർ മനു സുധാകർ ഒരു തവണ ലോക ക്വിസ് ചാമ്പ്യൻഷിപ്പിലെ ആദ്യ 100 പേരിൽ ഒരാളെന്ന നേട്ടം കൈവരിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമായി കരുതുന്നുവെന്ന് മത്സരാർത്ഥികൾ പറഞ്ഞു. എൻ്റെ മെമ്മറി എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടി മാത്രമാണ് ഈ കോമ്പറ്റീഷനിൽ ഞാൻ പങ്കെടുക്കുന്നത്. ഞാൻ പിന്നെ അമ്മയുടെ പഴയ SSLC ബുക്കിൽ നോക്കി കുറേയൊക്കെ പഠിച്ച്. മൊബൈൽ കാണിക്കാതെ ഈ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാനൊക്കെയാണ് പറയാനുള്ളത്. എനിക്ക് ക്വിസിനോട് ഇഷ്ടമുള്ളതുകൊണ്ടായിരുന്നു ഞാൻ വന്നത്. ബ്രോഡായിട്ട് പഠിക്കാനുള്ള ആഗ്രഹമുണ്ട്. നല്ല നിലവാരമുണ്ടായിരുന്നു, നല്ല ബുദ്ധിമുട്ടായിരുന്നു. വെറുതെ നമുക്ക് എന്താ അറിയുക, എത്രയ്ക്ക് അറിവില്ലായ്മ ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. പണ്ടോട്ട് സ്കൂൾ ലെവലോട്ട് പങ്കെടുക്കുമായിരുന്നു. പിന്നെ നമുക്ക് നോളജ് ഗെയിൻ ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. അറിവിന്റെ മത്സരത്തിന് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ അമൃത വിശ്വവിദ്യാപീഠവും കിഫ് ഫാക്ടറിയും ചേർന്ന് സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കിസ് ക്ലബ്ബുകൾ രൂപീകരിക്കും. സർക്കാരിന്റെ കൂടി സഹകരണത്തോടെ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും കിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ പദ്ധതിയുണ്ടെന്ന് കിഫ് ഫാക്ടറി ഡയറക്ടർ സ്നേഹജ് ശ്രീനിവാസ് വ്യക്തമാക്കി. അമൃത വിശ്വവിദ്യാപീഠം അടുത്ത ഒരു 3 വർഷത്തേക്ക് കേരളം ബേസ് ചെയ്തുകൊണ്ട് IQA ഏഷ്യയുമായി സഹകരിച്ച് കേരളത്തിലെ സ്കൂളുകൾ ഒരു നോളജ് റെവല്യൂഷൻ, ഇതിന് ഗെയിമിഫിക്കേഷൻ ഓഫ് നോളജ് ആൻഡ് സ്കിൽസ് എന്നാണ് പറയുന്നത്. സ്കൂളിൻ്റെ തന്നെ ഒരു നോളജ് ലെവൽ പതുക്കെ നോളജ് ആൻഡ് സ്കിൽ ലെവൽ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായ ലക്ഷ്യം. 2 വിഭാഗങ്ങളിലായി നടന്ന ലോക ക്വിസ് എഴുത്തുപരീക്ഷ വിജയകരമായി പൂർത്തിയാക്കിയവർക്കെല്ലാം 240 ചോദ്യങ്ങൾ അടങ്ങിയ ബുക്ക്ലെറ്റുകളും ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച സർട്ടിഫിക്കറ്റും നൽകി. ടോട്ടൽ സ്കോറിനനുസരിച്ചുള്ള ലോക റാങ്കിങ്ങും നേടിയാണ് മത്സരാർത്ഥികൾ മടങ്ങിയത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.